പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. അവതാര പുലികൾ തുടരുകയാണ്. 3 മണിക്കൂർ ദൈർഘ്യത്തിൽ എല്ലാ ഞായറാഴ്ചയും 24 സ്റ്റാർ അവതാരകരുമായി സംപ്രേഷണം ചെയ്യുന്ന പരിപാടിയാണ് അവതാര പുലികൾ. വൈകുന്നേരം 6 മണിക്ക് ആരംഭിച്ച് 9 മണിക്ക് അവസാനിക്കും. അപ്പോൾ ഇവിടെ പ്രേക്ഷകർ ഈ പരിപാടി തുടരുകയാണ്. മണിയുടെ മീഡിയ സിറ്റി സ്റ്റുഡിയോയിൽ നിന്ന് 12K വിസ്താരയുടെ സാങ്കേതിക സാധ്യതയോടെയാണ് ഈ പരിപാടി നിങ്ങളുടെ മൊബൈൽ ഫോണിലും സ്വീകരണ മുറികളിലും എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പം ഒരുപാട് പ്രേക്ഷകർ പങ്കുചേരുന്നുണ്ട്. മാത്രമല്ല നിങ്ങളുടെ പ്രതികരണങ്ങളൊക്കെ തന്നെ ഈ 24ൻ്റെ സ്ക്രീനിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ യൂട്യൂബിൽ നിങ്ങളുടെ സന്ദേശങ്ങളും അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഒക്കെ അയച്ചു കഴിഞ്ഞാൽ നമുക്കത് സ്ക്രീനിൽ കാണിക്കാം. ഒരുപാട് ആയിരക്കണക്കിന് പ്രേക്ഷകർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇരുന്ന് ഇത് വായിച്ച് സായുജ്യമടയും അല്ലേ? അതല്ലേ വിജയകുമാർ? സായുജ്യം അടയാൻ എളുപ്പ വഴിയാണോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ന്യൂസ് റൂം ചാറ്റിലേക്ക്. നമുക്കിനി ഒരു വീഡിയോ കാണാം. ന്യൂസ് റൂമിൽ നടന്ന ഒരു വീഡിയോ. ഓക്കെ, അതെ. സത്യസന്ധനായ ഒരു പത്രപ്രവർത്തകന്റെ ഘടനയിൽ നിങ്ങളെ പെടുത്താനേ കഴിയില്ല. തികച്ചും, ഞാൻ പറയുന്നത് ക്ഷമിക്കണം, വഞ്ചകനായ ഒരാളായിട്ടല്ലാതെ അങ്ങനെയുള്ള ചോദ്യം എടുക്കാൻ കഴിയില്ല. മുൻ മുഖ്യമന്ത്രിയായ VS അച്യുതാനന്ദൻ ഇവിടെ നിൽക്കുന്ന ഒരു അവതാരകന്റെ മുഖത്ത് നോക്കി പറഞ്ഞ ഒരു കാര്യമാണിത്. നിങ്ങളെ ഒരു അവതാരകനായിട്ട് പോലും പരിഗണിക്കാൻ പറ്റില്ലെന്ന് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതിൽ തീർച്ചയായിട്ടും കഴമ്പുണ്ട്. മിസ്റ്റർ ഗോപികൃഷ്ണൻ, സത്യസന്ധനായ ഒരു പത്രപ്രവർത്തകനായി നിങ്ങളെ കരുതാനേ കഴിയില്ല. അപ്പൊ എന്തായാലും മീഡിയ TV ചാനലിനോട് നമുക്ക് കടപ്പാടുണ്ട് ഈ കാര്യത്തിൽ. ഗോപികൃഷ്ണൻ എങ്ങനെയുണ്ടായിരുന്നു? മാത്രമല്ല ഒരു അപാരമായ ഒരു സിദ്ധി ഞാൻ മനസ്സിലാക്കുന്നു. ഇത്രയ്ക്ക് തെറി അദ്ദേഹം ഒരു ഭാവവ്യത്യാസമില്ലാതെ വേറെ ആരെ കുറിച്ച് പറയുന്നില്ല കേട്ടിരുന്നു. എനിക്ക് ഈ വീഡിയോയെ പറ്റി ഒരു പരാതിയുണ്ട്. പരാതി എന്താണ്? അത് ഇതിന്റെ ഒരു രണ്ടാം ഭാഗമുണ്ട്. കഴിഞ്ഞിട്ട് VS പറയുന്നു, ഞാൻ നേരത്തെ താങ്കൾ ഈ രീതിയിൽ തെറ്റിദ്ധരിച്ചതാണ്. ഞാൻ താങ്കളോട് നിർവ്യാജം ഖേദിക്കുന്നു. ഞാൻ നിർവ്യാജം ഖേദിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ നേരത്തെ അങ്ങനെ പറയേണ്ടി പറഞ്ഞു. അത് ടെലികാസ്റ്റ് ആണ്. യഥാർത്ഥത്തിൽ ഗോപികൃഷ്ണനോട് ആക്രമിച്ച് കയറുകയായിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ, മാത്രമല്ല ശോഭത്തിന്റെ സ്ഫുരണം, അതൊക്കെ നമ്മൾ നേരിട്ട് കണ്ടു. എന്താ തോന്നിയത്? ഇതുപോലെ ഞാൻ വളരെ വളരെ കറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചോദിച്ചത്. എന്റെ ചോദ്യത്തിൽ ഞാൻ ഉറച്ചു നിന്നു. ആ ചോദ്യവുമായി പിന്നീട് മുന്നോട്ട് പോവുകയും ചെയ്തു. അതിന് എനിക്ക് പ്രത്യേകിച്ച് ഇപ്പൊ എന്റെ പ്രൊഡ്യൂസർ ഭയങ്കരമായിട്ട് വേവലാതിപ്പെട്ടു. അത് കണ്ടിട്ട് ഇത് പ്രശ്നമാകുമെന്ന് കരുതി. ഒന്നുമില്ല, ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് കടന്നു. വീണ്ടും അതിന്റെ അടുത്ത ചോദ്യങ്ങളിലേക്കും കടന്നു. അപ്പൊ ഞാൻ ഒരു രഹസ്യം ചോദിക്കട്ടെ. അതിനിടയ്ക്ക് ഗോപി അന്ന് ജോലി ചെയ്ത മീഡിയ കൊണ്ട് എഡിറ്റർ ഇടപെട്ട് മാപ്പ് പറഞ്ഞതിന് ശേഷമാണ് VS ഒന്ന് അനുനയിച്ചത് എന്ന് പ്രചരിക്കുന്നത്. അല്ല, സത്യമല്ല. അതെന്ന് വെച്ചാൽ അതൊരു കഥ ഇറങ്ങിയതാണ്. അതിന് കാരണം എന്താ വെച്ചാൽ ഇത് എഡിറ്റ് ചെയ്ത ആള് ഇവിടെ വെച്ചിട്ട് ഒരു സസ്പെൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ബ്രേക്ക് ചെയ്തു, ഒരു ബ്രേക്ക് കൊടുത്തു. ബ്രേക്കിന് ശേഷം തിരിച്ചു വരുമ്പോൾ VS എന്നോട് ഖേദപ്രകടനം നടത്തുകയാണ്. അപ്പോൾ എല്ലാവരും കമന്റ് ചെയ്തു. അന്ന് ഫേസ്ബുക്കിൽ ഇത് വന്നപ്പോൾ എല്ലാവരും കമന്റ് ചെയ്തു. VSന്റെ ഈ ഗ്യാപ്പിൽ, ഈ ബ്രേക്കിൽ ആളുകളുമായിട്ട് നമ്മൾ സംസാരിച്ച് അത് ഒത്തുതീർപ്പാക്കി അങ്ങനെ VS ഖേദം പ്രകടിപ്പിച്ചാൽ അങ്ങനെയല്ല. ധാരാളം കിട്ടിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഏറ്റവും രൂക്ഷം ഇതാണോ? അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഗെറ്റ് ഔട്ട് അടിച്ചു. ക്യാമറയൊക്കെ എടുത്ത് അല്ല, KK രമയെ പറ്റിയുള്ള ചോദ്യമായിരുന്നു. പുറത്താക്കി. അദ്ദേഹത്തിന് പോലീസ് വന്നു, ക്യാമറയിൽ എടുത്ത് പുറത്തേക്ക് പോകാൻ പറഞ്ഞു. ഞങ്ങൾ പുറത്തു പോയി. പിന്നീട് അതിൽ എഡിറ്റർ ഇടപെടുകയും അതിനുശേഷം പിന്നീട് ആ ഇന്റർവ്യൂ തുടരുകയും ചെയ്തു. അപ്പൊ ഇങ്ങനെ ദേഷ്യപ്പെട്ടുണ്ടാക്കും. അല്ല, ചോദ്യങ്ങൾ ഇതേക്കുറിച്ച് ബന്ധപ്പെട്ടൊരു കാര്യമുണ്ട്. ഒരു സാക്ഷിയാണ് ഞാൻ. കാരണം കൗമുദി TVക്ക് അനുവദിച്ച ഒരു ഇന്റർവ്യൂ ആയിരുന്നത്. ആ സമയം അല്ല, ഞാൻ ഇറങ്ങുമ്പോ BP പുറത്ത് നിൽക്കാണ് ഇന്റർവ്യൂ ചെയ്യാൻ. എന്നെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്റർവ്യൂവിന് ശരിയായില്ല. അല്ല, ഗോപികൃഷ്ണൻ ഇറങ്ങാൻ നിൽക്കുന്ന സ്ഥലത്ത് ചെന്ന് കയറുന്നു. അല്ലല്ല, യഥാർത്ഥത്തിൽ എനിക്ക് അനുവദിച്ച ഇന്റർവ്യൂ ആ സമയത്ത് ഗോപി വന്ന് കയറുകയായിരുന്നു. ഗോപിയുടെ മികവിൽ അടിച്ചു മാറ്റി. അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് ഞാൻ ഭയങ്കരമായിട്ട് ചൂടായി. അത് ഗോപി ഞാൻ അറിയില്ല. അപ്പൊ ഞാൻ ചൂടായി. ഞാൻ ഇടയ്ക്ക് ചൂടാവും. വളരെ ചുരുക്കം. അപ്പൊ ഞാൻ സാധാരണ PPക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാലേ കൂലിക്ക് ആളെ വെച്ച് അപ്പൊ അവസാനം VSന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, VS എന്താണ് ഇങ്ങനെ കാണിച്ച്, എനിക്ക് തന്ന സമയമാണല്ലോ. അപ്പൊ ഗോപി വളരെ എന്നോട് വളരെ ഇതായിട്ട് പറഞ്ഞുകൊണ്ട് പോയി. അല്ല, ജെയിംസ് അവിടെ ഓൺ ദ സ്പോട്ടിൽ ഉണ്ടായിരുന്നാണ്. ഗോപി ഇപ്പൊ ഒരു വാദം നടത്തിയല്ലോ. അതായത് അത് കഴിഞ്ഞിട്ട് VS സർവ്വ അപരാധങ്ങളും യഥാർത്ഥത്തിൽ ഗോപി പറഞ്ഞാണ് ശരി. യഥാർത്ഥത്തിൽ VS ഇതുകൊണ്ട് പറഞ്ഞതാണ്. അത് കഴിഞ്ഞതിന് ശേഷം
ഗോപിയോട് നിർവ്യാജം ഖേദിക്കുന്നു എന്ന് പുള്ളി പറഞ്ഞു അല്ല, ഗോപിയുടെ ഈ ചോദ്യങ്ങളുടെ കൂരം പേറ്റി പടഞ്ഞ ചില ആൾക്കാർ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കും. അവരിപ്പോ പറയുന്നത് ഇയാൾക്ക് അത് തന്നെ വേണം. അല്ല, ഖേദം പ്രകടിപ്പിച്ചു എന്ന് മാത്രമല്ല, ഇതുകൂടി പറയുമ്പോ VS-നോട് ആദ്യമായിട്ട് സൂര്യ TV-യിൽ കൊണ്ട് ഒരു ഇന്റർവ്യൂ നടത്തിയപ്പോൾ ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചു. VS ഒരു സ്റ്റാലിനിസ്റ്റ് ആണെന്നാണ് എല്ലാവരും പറയുന്നത്. വെട്ടി നിറത്തിലാണ് VS-ന്റെ സ്വഭാവം എന്ന് പറയുന്നു. VS 2 മിനിറ്റ് ഇത് ചോദിച്ചിട്ട് അതിനൊരു ഉത്തരം പറഞ്ഞു. അവസാനം TV കഴിഞ്ഞ് ഇറങ്ങിപ്പോയിട്ട് പറഞ്ഞു, PP ആ ചോദ്യം വേണ്ടായിരുന്നു എന്നൊരു പറഞ്ഞു. കാരണം സ്റ്റാലിനിസ്റ്റ് അന്ന് VS-ന്റെ മുഖത്ത് നോക്കി ആരും ചോദിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് VS-ന് അത് തൊട്ടടുത്തായിരുന്നു. പക്ഷേ എന്നോടൊരു എന്തോ വാത്സല്യം കൊണ്ട് എന്നോട് അന്ന് പുള്ളി ചൂടായില്ല. നന്നായി. ഈ യഥാർത്ഥത്തില് പക്ഷേ അതിനാണ് ഈ പറയുന്ന പോലെ മികച്ച ഇന്റർവ്യൂക്കുള്ള ഒരു 7 സ്റ്റേറ്റ് അവാർഡ് കിട്ടിയെന്ന് മാത്രമല്ല സംസ്ഥാന സർക്കാർ അവാർഡ് നിർത്തി വെക്കാൻ ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലെങ്കിൽ KR ഗോപികൃഷ്ണൻ മെമ്മോറിയൽ അവാർഡ് അതിന് ഇടേണ്ടി വരും. അപ്പൊ ഈ അരവിന്ദ് കെജ്രിവാളിനെ ഇന്റർവ്യൂ ചെയ്തിട്ട് ഡൽഹിയിൽ വെച്ചിട്ട് താങ്കൾക്കൊരു ദുരനുഭവം ഉണ്ടായല്ലോ. ചെറിയ അബദ്ധം പറ്റി. എന്തായിരുന്നു? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്യാമറ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. പറയണം അദ്ദേഹത്തിന്റെ പേര് പറയണ്ട. എന്ന് പറഞ്ഞാൽ പേര് പറയണ്ട. എന്ന് ആം ആദ്മി പാർട്ടിയുടെ പരിപാടി ഞാൻ തുടക്കം മുതൽ ഞാൻ തന്നെയാണ് അതിന്റെ ബീറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ആദ്യ യോഗം മുതൽ എന്റെ ബീറ്റ് നോക്കി വന്ന ഞാനാണ്. അപ്പോൾ എന്നിട്ട് നേരിട്ട് അറിയാവുന്ന രീതിയിൽ പരിചയമുള്ള ആളാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആദ്യം മുഖ്യമന്ത്രി ആവുന്നു, വലിയ തിരക്ക്. അപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഞാൻ മൈക്കോട്ട് അടുത്ത് പോയി. അപ്പോൾ നാഷണൽ ലെവലിൽ തന്നെ ആദ്യമായിട്ട് എന്നോട് സംസാരിക്കുന്നുണ്ട് 4 മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ ഞാൻ കിട്ടി വെച്ചപ്പോഴത്തെ ക്യാമറമാൻ, എടാ അതിന്റെ ഓഡിയോ ഇല്ല അതിനൊന്ന്. അങ്ങ് തകർന്നു പോയി. അരവിന്ദ് വേറെ വഴിക്ക് പോവുകയും ചെയ്തു. അപ്പോൾ ഇപ്പോഴും നഷ്ടമായിട്ട് മനസ്സിലുണ്ട് ഇങ്ങനെ ഓരോ അനുഭവങ്ങൾ. അത് അല്ല, അതൊരു വിജയകുമാർ എന്തെങ്കിലും അനുഭവം കിട്ടിയോ? റിപ്പോർട്ടിങ്ങിന്റെ സമയത്ത് ഉണ്ടാവാറുണ്ട്. അല്ല, മുൻ മുഖ്യമന്ത്രി എന്ന K. കരുണാകരൻ വന്ന് ഓടിച്ചെന്ന് കേട്ടു. അത് ഞാൻ തന്നെ ഓടിച്ചത് മാത്രമല്ല, ഒരു വടിയും കൊണ്ട് ആസനത്തിന് അടിയും കൊടുത്തു വിട്ടു. ഞാനൊരു ദിവസം ഞാനിങ്ങനെ എന്റെ ഓർമ്മക്കുറിപ്പുകൾ ഫേസ്ബുക്കിൽ എഴുതിയ സമയത്ത് എഴുതിയതാ. ഒരിക്കല് ഈ കരുണാകരൻ കോൺഗ്രസിൽ നിന്ന് മാറി പുതിയ പാർട്ടി ഉണ്ടാക്കി അത് ഇടതു മുന്നണിയുടെ ഭാഗമാകാനുള്ള ശ്രമം നടത്തുന്നതിനിടയ്ക്ക് അപ്പൊ CPI അതിനെതിരായിരുന്നു. അന്ന് ഈ CPI നിരന്തരമായി കരുണാകരനെ വിമർശിക്കും. അപ്പോൾ ആ കാര്യം കരുണാകരനോട് ചോദിച്ചതാണ്. അതൊരു വലിയ ആൾക്കൂട്ടം, പറവൂർ ഒരു വലിയ ആൾക്കൂട്ടത്തിലായിരുന്നു. ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ മാധ്യമപ്രവർത്തകരാരുമില്ല. ഞാൻ ഇന്ത്യ വിഷന് ജോലി ചെയ്യുമ്പോഴാണ് K. കരുണാകരൻ ലീഡർ അന്നേരം നിനക്ക് വേറൊന്നും കണ്ടില്ല, ഇന്നൊന്നും കിട്ടിയില്ലടാ എന്ന് ചോദിച്ചിട്ട് ഡോറ് തുറന്നിങ്ങനെ ഇറങ്ങിയിട്ട് 2 ചുവട് മുന്നോട്ട് വെച്ചു. അപ്പം ഞാൻ വിചാരിച്ചു എന്നെ അദ്ദേഹം അടിച്ചു എന്ന്. പക്ഷേ പെട്ടെന്നുണ്ടായ ദേഷ്യം കൊണ്ടായിരിക്കും. ഞാൻ ഒരു ട്രെയിനി ജേർണലിസ്റ്റ്, മാധ്യമപ്രവർത്തനം തുടങ്ങിയതേ ഉള്ളൂ. എന്നെ സംബന്ധിച്ച് ഞാൻ SK നേരത്തെ പറഞ്ഞ പോലെ മുഖമൊക്കെ ചുമന്ന് കരച്ചിലിൻ്റെ വക്കോളം എത്തി. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ക്യാമറമാൻ ഷിബു ഇപ്പോൾ മനോരമയിലുണ്ട്. ഷിബു എന്നെ അവിടെ നിന്ന് ദൂരെ മാറ്റിക്കൊണ്ടുപോയി. അന്ന് രാത്രി K. കരുണാകരൻ്റെ അടുത്ത അനുയായി, ഒരു മമ്മൂട്ടി മാഷ് എന്ന് ഞങ്ങളൊക്കെ വിളിക്കുന്ന മുഹമ്മദ് കുട്ടി മാഷ്, രാത്രി എന്നെ വിളിച്ചിട്ട് ലീഡർ നിന്നോട് ദേഷ്യപ്പെട്ടതിൽ പിന്നീട് വിഷമം പ്രകടിപ്പിച്ചു. ഏത് സ്ഥാപനത്തിൽ നിന്നായിരുന്നു വന്ന, അയാൾ ആരാണ് തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിച്ചു, ഇതിനെപ്പറ്റി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാനത് കഴിഞ്ഞ ദിവസങ്ങൾ കുറച്ച് നാൾ മുമ്പ് ഫേസ്ബുക്കിൽ കുറിക്കുകയും ചെയ്തു, ലീഡറിന്റെ ഒരു ഓർമ്മ ദിവസം. ഒരു കാര്യം, ആ ഓർമ്മ പുതുക്കി നന്നായി, ഇനിയും അത്തരം അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് അവസരം വിനിയോഗിക്കട്ടെ. മാത്രമല്ല, അത്തരം അനുഭവങ്ങളൊക്കെ തന്നെ ഒരു മാധ്യമ പ്രവർത്തകൻ്റെ അല്ലെങ്കിൽ ഒരു പ്രക്ഷേപകന്റെ ജീവിതത്തിലെ ഏറ്റവും നാഴികക്കല്ലാണ്. ഏഷ്യാനെറ്റിൽ നമ്മൾ തമ്മിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 24 മിനിറ്റ് ആകുമ്പോൾ അന്ന് നമ്മൾ തമ്മിൽ അവസാനിപ്പിക്കണം. അപ്പോൾ പ്രൊഡ്യൂസർ സമ്മർദ്ദം ഇങ്ങനെ തുടർച്ചയായിട്ട് വന്നപ്പോൾ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന E. K. നായനാരോട് ഞാൻ പരിപാടി അവസാനിപ്പിക്കാൻ സമയമായി എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യമായി. A. K. ആൻ്റണി തൊട്ടടുത്തിരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, കുണുക്കാന്നൊരു മ്യൂസിക് കൂട്ടി ഇയാൾക്ക് ഗുട്ടുവയും പറഞ്ഞങ്ങ് പോയാൽ മതി. ഞാൻ സ്റ്റേറ്റിൻ്റെ ചീഫ് മിനിസ്റ്ററാണ്, എനിക്ക് പലതും സംസാരിക്കാനുണ്ട്. 7 മിനിറ്റ് അദ്ദേഹം സംസാരിച്ചു, അതിൽ 6 മിനിറ്റ് എന്നെ ചീത്ത വിളിക്കുകയായിരുന്നു. അപ്പോൾ ശരിക്കും അന്ന് ഏഷ്യാനെറ്റിലെ വളരെ ഉയരങ്ങളിലൊക്കെ ഉള്ള ആളുകൾ എന്നോട് പറഞ്ഞു, ശ്രീകണ്ഠൻ നായർ ഈ പരിപാടി സംപ്രേഷണം ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു വ്യക്തിപരമായ വിനാശം ഇതിൽ നിന്നുണ്ടാകും, വേണമെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് കളയാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇതിൽ ഒരക്ഷരം പോലും നമ്മൾ എഡിറ്റ് ചെയ്ത് കളയരുത്, പറയുന്നത് E. K. നായനാരാ, കേൾക്കുന്നത് ഞാനും. അപ്പോൾ എൻ്റെ മുഖമൊക്കെ മഞ്ഞളിച്ച് ചീത്തയായതൊക്കെ നല്ല ക്ലോസ് ഷോട്ടിലെന്ന് കേരളത്തിലെ പ്രേക്ഷകർ കണ്ടു, അവർ ആസ്വദിച്ചു. താങ്ക് യു. അത് ചിലപ്പോൾ ഏഷ്യാനെറ്റ് ലൈബ്രറിയിൽ ഉണ്ടാകും, ചോദിക്കാം. മാത്രമല്ല, അത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഓസ്കാറായിട്ടാണ് ഞാൻ കാണുന്നത്. കാര്യം എൻ്റെ ജീവിതത്തിൽ ഇത്രയും ലെങ്തിൽ തെറിയ എനിക്ക് ആരെങ്കിലും ഇത് കിട്ടിയിട്ടില്ല. കാരണം E. K. നായന പിന്നീട് അത് എന്നോട് വളരെ ലോഹ്യമായി എന്നോട് പറഞ്ഞു, ഒരിക്കൽ ആലുവ പാലസ് വെച്ചിട്ട് പറഞ്ഞു, ഇടൂ
നമ്മുടെ രണ്ടുപേരുടെയും പരിപാടിയാണ് ഒരുപാട് പേര് കാണുന്നത്. കാര്യം അദ്ദേഹം ഇന്ന് മുഖ്യമന്ത്രിയോട് ചോദിക്കുക എന്നുള്ള പരിപാടി ഏഷ്യാനിൽ ചെയ്യുന്ന കാലമായിരുന്നു. അപ്പോൾ അത് മാധ്യമപ്രവർത്തകരൊക്കെ ചീത്തോട് ചോദിച്ചതിന് ശേഷമാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തോട്ട് എന്നിട്ട് പോലും അദ്ദേഹം പറഞ്ഞു ഞാനെന്ന് ഒരുപാട് പറഞ്ഞു തന്നെ എന്ന് ചോദിച്ചു. ഞാൻ പറ്റിയില്ല, കുറച്ച് കുറവായിരുന്നു എന്ന് പറഞ്ഞു. അത് അങ്ങ് ചിരിച്ചു. പിന്നെ അദ്ദേഹത്തിന് അതിൽ വിജയം പറഞ്ഞതിൽ വിഷമമുണ്ടായി. കാര്യം അത് ഇ കെ നായൻ ആയതുകൊണ്ട് നമ്മളത് വലിയൊരു സർട്ടിഫിക്കറ്റായി കാണുന്നു. അത് തീർച്ചയായിട്ടും ഒരു ഓസ്കാറാണ് ഒരു പ്രക്ഷേപകന്. 7 മിനിറ്റ് ദൈർഘ്യത്തിലൊരു ഓസ്കാർ. അത് PP ഞാൻ രഹസ്യമായിട്ട് തരാം. ഓക്കെ, പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. അവതാര പുലികൾ തുടരുകയാണ്. നേരത്തെ നമ്മളൊരു വീട് കാണിച്ചിട്ട് ഏത് അപ്പാവിയുടെ വീടാണ് എന്ന് പ്രേക്ഷകർക്ക് പറയാൻ കഴിയുമെന്ന് ചോദിച്ചു. നമ്മുടെ ഈ അവതാരകരിൽ ഒരാൾ ഈ വീട്ടിൽ ജനിച്ചു വളർന്നു. പ്രക്ഷേപണത്തിൻ്റെ ബാലപാഠങ്ങൾ ഒരുപക്ഷേ കാണാതെ പഠിച്ചതൊക്കെ ഈ വീട്ടിൽ നിന്നായിരിക്കും. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഈ വീട് ആരുടെയാണെന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ പറയാം. ആ വീട് പൊളിച്ചു കളഞ്ഞു, ഇപ്പോൾ ആ വീടില്ല എന്ന കാര്യം കൂടി പറഞ്ഞിട്ട് പറയാം. 10 പേര് ഇതിൽ കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ 10 പേരുടെ കാര്യം പറയുകയാണ്. റോമി, റിബിൻ, വസന്തകുമാരി, രാജേഷ് പി പ്രഭാകരൻ, ഷൈജ വർഗീസ്, അനന്തു CA, അതുപോലെ ആബിദ CA, അനു ഷംസുദ്ദീൻ, ബിബിൻ. അപ്പോൾ ഇവർ 10 പേര് തിരഞ്ഞെടുക്കപ്പെട്ടു. 10 പേർക്കും കപ്പ് അയച്ചു തരും. പക്ഷേ നിങ്ങൾ കപ്പ് അയക്കണമെങ്കിൽ നിങ്ങളുടെ ടെലിഫോൺ നമ്പർ കൂടി നമ്മുടെ യൂട്യൂബിൽ തന്നെ അയക്കുക, അല്ലെങ്കിൽ ഈ നമ്പറിൽ അയച്ചു തരിക. 6235968630. ഇപ്പോൾ സ്ക്രീനിൽ ആ നമ്പറുണ്ട്. ആ നമ്പറിലേക്ക് നിങ്ങൾ അറിയിച്ചാൽ മതി. 6235968937 6235968937. ഈ നമ്പറിലേക്ക് നിങ്ങൾ നിങ്ങളുടെ നമ്പറിലേക്ക് ആ നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ മതി. നിങ്ങൾക്ക് കപ്പ് അയച്ചു തരും. ഇനി ഇത് ആരുടെയാണെന്നുള്ള കാര്യം എൻ്റെ തന്നെ വീടാണ്. ഞാൻ ജനിച്ചു വളർന്ന വീടാണ്. അവിടെ ഇപ്പോൾ എൻ്റെ സഹോദരൻ സുരേന്ദ്രനാണ് താമസിക്കുന്നത്. പക്ഷേ ആ വീട് പൊളിഞ്ഞു, ഒരു പുതിയ വീട് അവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ വീട്ടിലാണ് ശരിക്കും നമ്മൾ ഈ ആകാശവാണിയുടെ ഒക്കെ വാർത്തകളൊക്കെ കേട്ട് വളരെ റിഹേഴ്സലൊക്കെ നടത്തി വളർന്ന വീടാണ്. ഒരുപാട് ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചിട്ടുള്ള വീടുകളാണ്. മാത്രം ഒരു പക്ഷേ ഏതെങ്കിലും ഒരു കാലത്ത് എൻ്റെ ആത്മകഥ എഴുതുന്ന സമയത്ത് ഞാൻ ആദ്യം വിജയകുമാറിന് അത് വായിക്കാൻ കൊടുക്കുക. കാര്യം നല്ലൊരു വായനക്കാരനാണ് അത്. അപ്പോൾ അത് വായിച്ചിട്ട് അന്ന് എന്തൊക്കെയാണ് ഒരു ശ്വാസമുട്ടൽ പോലെ എൻ്റെ മനസ്സിലൊരു പ്രക്ഷേപകൻ്റെ ജീവിതത്തിലേക്ക് അടക്കമുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ഈ വീടായിരിക്കും കഥ പറയുന്നത്. ചിലപ്പോൾ അതിൻ്റെ അധ്യായം തന്നെ ഒരു വീട് കഥ പറയുന്നു. ഓക്കെ, അപ്പോൾ ഇനി അപ്പോൾ എന്തായാലും അപ്പോൾ ഈ വീഡിയോയിൽ അപ്പോൾ ഈ വീടിപ്പം കണ്ടില്ലേ, ഇതാണ് ആ വീട്. പഴയ കാലത്തെ ഒരു വീടാണ്. ഒരുപാട് കൊല്ലം പഴക്കമുണ്ട് ഈ വീട്. ഒരുപാട് ഓർമ്മകൾ ഇങ്ങനെ ഓർമ്മകൾ അയവിറക്കാം വേണമെങ്കിൽ. ഓക്കെ, എന്തെങ്കിലും ഒരു ഓർമ്മ പറയാനുണ്ടോ? ഉണ്ട്. PP ജെയിംസ് ഈ വീട് സന്ദർശിച്ചിട്ടുണ്ട്. അതൊരു ഓർമ്മ. ഞാൻ പലതവണ അവിടെ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ജെയിംസ് വന്നപ്പോഴെല്ലാം ഭക്ഷണം കഴിച്ചു പോയിട്ടുണ്ട്. പിന്നെ ഒരു തവണ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ട്. ജെയിംസ് ഒരു ഭക്ഷണപ്രിയനാണോ? തീർച്ചയായിട്ടും നല്ല ഭക്ഷണം കഴിക്കണം. ഒരുപാട് കഴിക്കില്ല, നല്ല ഭക്ഷണം. ഈ ഒരു ചോദ്യം കൂടി, ആമാശയത്തേക്കാൾ വലുതാണോ ആശയം? ആശയാണ് എപ്പോഴും വരുന്നത്. ആശയമാണ്. എനിക്ക് തിരിച്ചാ BP കുറിച്ച് ഇപ്പൊ നമ്മളെല്ലാം കുറയ്ക്കാൻ വേണ്ടി ജിമ്മിൽ പോകുന്നു. ഒരുപാട് ജിമ്മിലും പോകുന്നുണ്ട്. എന്ത് പറ്റി BP വരെ വരായിരുന്നാണല്ലോ. എന്ന് മാത്രമല്ല, ജിമ്മിൽ വരുന്ന പ്രധാനപ്പെട്ട ആൾക്കാർക്ക് വലിയ സിനിമാ താരങ്ങൾ. BPയുടെ ട്രെയിനർ ഒരു സിനിമാ താരമെന്ന് കേട്ടു. അല്ല, ട്രെയിനർ സിനിമാ താരമല്ല, അതിന്റെ ഓണറായിട്ടിരിക്കുന്ന ആള് മമ്മൂട്ടിയെ ട്രെയിൻ ചെയ്യുന്ന ആളാണ്, ബിപിൻ സേവ്യർ. അപ്പൊ ഞാൻ ഒരു രഹസ്യം പറയാം, പ്രേക്ഷകരറിഞ്ഞാലും ഞെട്ടും. ഞാനും ഞെട്ടിപ്പോയതാ. ഇതേ ജിമ്മിലാണ് മഞ്ജു വാര്യർ വരുന്നത്. അതെ, പക്ഷെ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല. അവര് രാവിലെ വരുന്നു, ഞാൻ രാത്രി. ഇവിടെ ജിമ്മിൽ പോകാനുള്ള ഒരു അട്രാക്ഷൻ അതായിരുന്നു എന്നൊക്കെ ആളുകൾ പറയുന്നു. മഞ്ജു ക്ഷമിക്കണം, മഞ്ജു നമുക്ക് വളരെ അടുപ്പുള്ള ആളാണ്. എന്നാൽ ജെയിംസ് അല്ലെങ്കിൽ 60-ആം വയസ്സ് വയസ്സ് തെറ്റിച്ച് പറഞ്ഞു. പറഞ്ഞേ പറ്റൂ. വരുന്നത് രാവിലെയാണ്, ഞാൻ പോകുന്നത് രാത്രി 8 മണിക്ക്. അതൊക്കെ മനസ്സിലായി. വേറൊരു ജിമ്മിലാ പോയിക്കൊണ്ടിരുന്നത്. അതെന്താ കാര്യം? ഇത് AC ജിമ്മാണ്. ഞാൻ ഈ കാര്യം മഞ്ജു വരെ അറിയിക്കുകയും ചെയ്യും. കാരണം മഞ്ജുവിനോടുള്ള ഒരു അടുപ്പം വെച്ചിട്ടാണ് ഞാൻ ഇത്. മഞ്ജുവിനെ ഞാൻ കണ്ടിട്ടില്ല. ജെയിംസ് സാർ പോയിക്കൊണ്ടിരുന്ന ജിമ്മിൽ പോയ മറ്റൊരാൾ ഇവിടെ ഉണ്ട്. മാത്രമല്ല, PP ജെയിംസ് പോകുന്നത് കണ്ടതുകൊണ്ട് മറ്റൊരു സിനിമാ പ്രേമിയായ TK റീജിത്തോടെ പോയിട്ടുണ്ട്. ഞാൻ അവിടെയല്ല, ഞാൻ വേറൊരു സാറ് മുമ്പേ പോയിരുന്ന ജിമ്മിൽ. അവിടെ വെച്ച് കണ്ടതോ? അവരാന്തെ വെച്ച് കണ്ടല്ലോ. ഇല്ല, അവിടെ ഞാൻ പോയിട്ടില്ല. പുള്ളി ഒരു ദിവസം പോയി, പിന്നെ 3 മാസം കഴിഞ്ഞേ പോവുള്ളൂ. കാര്യം പുള്ളി ഒരു അടവ് ചൊന്നാൽ അതിന്റെ കാര്യം എന്താ പറയുക, ജെയിംസ് സാറെ ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു കക്ഷിയുണ്ട്, അബി എന്ന് പറഞ്ഞ. അവൻ എന്നോട് ഇങ്ങോട്ട് അന്താരാഷ്ട്ര ചോദ്യങ്ങളൊക്കെ ചോദിക്കും, എന്താ സംഭവിക്കുന്നതൊക്കെ. അതല്ല,
പി എടുത്ത് ജിമ്മിൽ ട്രെയിൻ ചെയ്യാനുള്ള ആളെ മിക്കവാറും 1.5 ദിവസമേ കാണൂ കൂടെ. അല്ല 3 പേര് അതിനോടൊക്കെ പണി നിർത്തി പോയി. അത് ഉറപ്പാണ്. അവരൊക്കെയായിട്ട് നല്ല ബന്ധമാണ്, നല്ല ബന്ധം. മഞ്ജു വാര്യര് ഞാൻ കണ്ടിട്ടില്ലാന്ന്. അല്ല ഒന്ന് കാണണമെന്നേ. ജെയിംസ് സാറേ പൊടി പറ്റൂ ഉരുളല്ലേ? അതെ, മഞ്ജു വാര്യർ മാത്രമല്ല ക്ഷമിക്കുക, ഒരു പ്രക്ഷേപകന്റെ ആത്മനോപരം പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നമ്മളെ ബി സീരിയസ് ഒരു കാര്യം പറയുകയാണ്. ഇപ്പോൾ നമ്മൾ കുറേ അധികം കാലമായിട്ട് ഒരു റിപ്പോർട്ടറായിട്ട് ജീവിച്ച ഒരു മനുഷ്യൻ ഇതിൻ്റെ ഇടയിലുണ്ട്. അപ്പോൾ ഈ മനുഷ്യൻ ചെറിയ ഒരു ട്രാൻസ്ഫോർമേഷൻ, ചില പരിണാമത്തിലൂടെ 24-ൽ പെട്ടെന്നൊരു ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു അവതാരകനായിട്ട് മാറി. ആ മനുഷ്യനാണ് ഈ നിൽക്കുന്നത്, എസ് വിജയകുമാർ. നമ്മുടെ സന്തോഷവും ആദരവും ഒക്കെ നമുക്ക് ഉണ്ട്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിജയൻ റിപ്പോർട്ട് ലീഡറെ കൊണ്ടൊക്കെ ചീത്ത പറയിച്ചു. അങ്ങനെ പല റിപ്പോർട്ടുകളുമൊക്കെ കാര്യങ്ങൾ നടക്കുമ്പോഴാണ് ഒരു അവതാരകൻ്റെ മേലങ്കി മുകളിൽ വന്ന് വീണത് അല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങളെ നമ്മളൊരു ക്ലിപ്പ് കാണിച്ചു തരാം. ഈ അവതാരകൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ റിപ്പോർട്ടർ എങ്ങനെ സ്ലോവിൽ ഒരു ടെലിവിഷൻ അവതാരകൻ്റെ കാഴ്ചപ്പാടിലേക്ക് മാറുന്നത്. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ചേഞ്ച് കേട്ടോ. ഓക്കെ റെഡി, ലുക്ക് അറ്റ് ദ വീഡിയോ. ആരവത്തിലേക്ക്, ആവേശത്തിലേക്ക് പോവുകയാണ്. രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായി കഴിഞ്ഞു. കേരളത്തിലെ ഓണാഘോഷ ചടങ്ങുകൾക്ക് ഔദ്യോഗികമായി തുടക്കം കുറിച്ചു. പുന്നമടയുടെ കായൽ പരപ്പിന് തീപിടിക്കുന്നത് അല്പസമയത്തിനകം കാണും. അക്ഷരാർത്ഥത്തിൽ ലോക ഫുട്ബോൾ ഒരു കായിക ചരിത്രത്തിലെ ചുറ്റുപാടുമുള്ള ആവേശം നമ്മളെ കൂടി വെള്ളത്തിൽ ചാടാനോ ആർപ്പ് വിളിക്കാനോ ഒക്കെ പ്രേരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അയോധ്യയിലെ രാമക്ഷേത്രം ഇന്നലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം ഇന്നാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ല. ഞാനും കഴിച്ചിട്ടില്ലല്ലോ. കഴിച്ചിട്ടില്ല. അപ്പോൾ വിജയകുമാർ, ഈ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് മനസ്സിലാകുന്നു. അതായത് ഒരു റിപ്പോർട്ടറിന്റെ എളിമയിൽ നിന്ന് ഒരു അവതാരകന്റെ തെളിമയിലേക്കുള്ള വഴിമാറ്റം. ചില്ലറ കാര്യമല്ല കേട്ടോ. വിജയകുമാർ ഈ ഒരു മാറ്റത്തെ എങ്ങനെ കാണുന്നു? അത് ഓരോ സമയത്തും നമ്മളോട് എന്ത് ആവശ്യപ്പെടുന്നു അതനുസരിച്ച് നമ്മൾ റിയാക്ട് ചെയ്യുക. നാളെ തലകുത്തിക്കാൻ പറഞ്ഞാൽ നിൽക്കൂ? തലകുത്തി നിൽക്കാൻ 2 ദിവസം സമയം തന്നാൽ ഞാൻ പഠിക്കാം. ഒരു വിജയകുമാർ, ഞാൻ ചോദിക്കാനുള്ളത്, അതായത് വിജയകുമാർ ഇപ്പം കുറേശ്ശെയാണെങ്കിലും ഒരു അവതാരകന്റെ ജീവിതം ഇഷ്ടപ്പെട്ടു തുടങ്ങി. പി ജെയിംസിന്റെ കാൽപ്പനിക ഭാവം ഇല്ലാതെ തന്നെ അതൊക്കെ ഉണ്ട്. പ്രേമിച്ച് കല്യാണം കഴിച്ച ആളാണ്. അല്ല, അതും വേറെ സംഗതി. വിജയകുമാറിന്റെ വിവാഹം പ്രണയാധീഷ്ഠിതമായിരുന്നു. അതൊരു സ്റ്റോറി ഉണ്ട്. അതെന്തായിരുന്നു? അതായത് അന്ന് ഇന്ത്യ വിഷയിൽ വർക്ക് ചെയ്യുന്നു അല്ലേ? ആ സമയത്ത് വിജയേട്ടന്റെ റിപ്പോർട്ടിംഗ് കണ്ടിട്ടാണ് ഇഷ്ടപ്പെട്ടു അല്ലേ? അങ്ങനെ ഈ ഭൂമണ്ഡലത്തിൽ ഒരാളെ ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ എന്നെ സംശയം. അത് പറയാ വിജയേട്ടാ, മനസ്സിലാത്തൊരു കാര്യം, ആ കുട്ടിക്ക് ഇത് എന്ത് പറ്റി? ഇതൊക്കെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ സംഭവം അപ്പൊ യഥാർത്ഥത്തിൽ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വിജയന്റെ ഈ ചേഞ്ച്, ഈ പരിണാമം ഉണ്ടല്ലോ, ഈ മാറ്റം, അത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ ഞാനാണ്. കാരണം എനിക്കാണെങ്കിൽ ഫലിതോക്തിയിൽ ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ചില ആൾക്കാരെ തേടി നടക്കുമ്പോഴാണ് പെട്ടെന്ന് മാനത്ത് പൊട്ടി വീണ ഒരു നക്ഷത്രം 24-ൽ ഉദിക്കുന്നു. അപ്പോൾ ആഷ്മിയും കിട്ടി അല്ലേ? അപ്പോൾ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ഈ പ്രത്യേകിച്ച് വിജയൻ പൊതുവെ ഒരു വിജയകുമാർ ഒരു സീരിയസ് ആയ മനുഷ്യനാണ്. അങ്ങനായിരുന്നു. പിന്നെ എപ്പോഴാണ് കൈവശം വന്നത്? അതിപ്പം നമ്മൾ 2018 തൊട്ട് 2018ന്റെ അവസാന പാദത്തോടെ അത് പൊളിഞ്ഞു നല്ല പൊളിഞ്ഞു. മാത്രമല്ല അവിടെ കായലിൽ വളരെ വേഗത്തിൽ പാഞ്ഞു പോകുന്ന മിന്നൽ വള്ളങ്ങളെ കാണുമ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നൊക്കെ പറയാനുള്ള ഒരു സാങ്കത്യം ചെറിയ കാര്യമല്ല. അതിന്റെ തുടക്കം കൊടുക്കും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ വിജയകുമാറിന്റെ ജീവിത ലക്ഷ്യം എന്തായിരുന്നു? കല്യാണം കഴിക്കായിരുന്നു? അല്ലല്ല, നമുക്ക് പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല. ഇങ്ങനെ അല്ല, ഈ ചേഞ്ച് വിജയൻ ഇഷ്ടപ്പെട്ട് വന്ന അറിയാതെ ചേഞ്ച് ആയി പോയതാണോ? ഈ നമ്മള് ഇപ്പൊ ചെയ്യുന്നതാണോ? അത് സംഭവിച്ചു പോയതാ. ഈ നമ്മൾ ഇലക്ഷൻ ആണല്ലോ നമ്മളെ ബ്രാൻഡ് ചെയ്ത് ആ മട്ടില്. ആ സമയത്ത് എസ് കെ അവിടുന്ന് എന്നോട് ചോദിക്കുന്നതിന് ഞാൻ അതേ നാണയത്തിൽ തിരിച്ചു പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് എനിക്ക് അതിനകത്ത് പ്രത്യേകിച്ച് അതല്ല. മാത്രമല്ല വിജയകുമാർ, ഞാൻ ഏറ്റവും ആഷ്മി വിജയനെ കുറിച്ച് ഓർമ്മിക്കുമ്പോഴേ പെട്ടെന്ന് ചില ശകലങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുമല്ലോ. അത് ശകലമായിട്ട് വന്നൊരു സാധനമാണ്. അതായത് ഇന്നസെൻ്റ് ഏട്ടൻ്റെ എനിക്കൊന്ന് സംസ്കാര ചടങ്ങിൽ അന്ത്യഘട്ടമായപ്പോൾ പ്രേക്ഷകരൊക്കെ വല്ലാത്ത മാനസികാവസ്ഥയിൽ ശ്വാസം മുട്ടൽ ഇരുന്നപ്പോൾ വിജയൻ്റെ ചില ഒരു അവതരണം ഉണ്ടായിരുന്നു. ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് അത് കേൾക്കുമായിരുന്നു. വിജയൻ്റെ നല്ല അനർഗള ധാരയായിരുന്നു. ഇത്രയൊക്കെ മലയാളം കയ്യിലുണ്ടോ എന്ന് ഞാൻ സംശയിച്ചു പോയി. അതൊരു വിജയൻ്റെ ഒരു അൺയൂഷ്വൽ ഒരു പ്രകടനമായിരുന്നു. എന്ന് വെച്ചാൽ ഒരുപക്ഷെ ഇന്നസെൻ്റ് ഏട്ടൻ്റെ നിര്യാണം ഒരു അവതാരകരിൽ ഉണ്ടാക്കുന്ന ദുഃഖം മുഴുവൻ ആവാഹിച്ച് വിജയകുമാർ അവിടെ ജനങ്ങളെ സ്തബ്ധരാക്കി. നമ്മൾ ഇന്നസെന്റിനെ കാണാത്ത സത്യത്തിൽ ഒരു ദിവസം ഉണ്ടാവില്ല ഒരു TV കാണുന്ന ഒരാൾക്ക് അല്ലേ? അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമാണ്. അങ്ങനെ കുറെ ആളുകളുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരാള് നമ്മുടെ അടുത്തുനിന്ന് പോകുന്നതിന്റെ ഒരു അപ്പോൾ വെൽ ഡൺ മിസ്റ്റർ വിജയകുമാർ. അപ്പോൾ എല്ലാവരോടും ഒരു കൈയടി കൊടുക്കാം വിജയകുമാർ. കാര്യം താങ്ക് യു
അപ്പോൾ വിജയകുമാർ ഇനി നമുക്ക് മാത്രമല്ല ഇന്നും വിജയനെ കുറിച്ച് ഭാര്യയ്ക്കൊരു അഭിമാനം തോന്നും. ആണല്ലേ? വീട്ടിൽ ചെന്ന് നോക്കുക. എന്താണ് ഉദ്ദേശിച്ചത്? അല്ലെങ്കിൽ അല്ല അതല്ല ഒരു മാത്രമല്ല പിക്ക് ഒരു കാര്യം അറിയാമല്ലോ, നമുക്ക് നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ എന്ത് വില വേണമെങ്കിലും ഉണ്ടാക്കാം. പക്ഷേ നമ്മൾ ഈ നമ്മുടെ വാർഡിൽ പോയി ഇലക്ഷൻ എന്നാ തോറ്റു പോകും. കാര്യം നമ്മളെ നന്നായിട്ട് എന്ന് പറയുന്നില്ല വീട്ടിലും. അല്ല എന്താ ഉദ്ദേശിച്ചത്? ഓക്കെ, ഇത്രയും പറഞ്ഞിട്ട് അതായത് നമ്മളെ ഒരു മലയുടെ മേളിലോട്ട് കേട്ടിട്ട് ഒരൊറ്റ തള്ള ഇറങ്ങി പോടാ ആ മട്ടിലായിക്കോട്ടെ. ഓക്കെ, ഇനി വിചാരണ. ഒരു പ്രേക്ഷകൻ വിജയകുമാറിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. വിജയകുമാർ റെഡി ആയിട്ടെന്നുള്ള മറുപടി പറയാൻ. 24-ന്റെ ഒരു മുതൽക്കൂട്ടാണ് വിജയകുമാർ. ഇത്രയും ചെറിയ ശരീരം വെച്ച് ഇത്ര വോയിസോടെ സംസാരിക്കുന്ന ഒരു വ്യക്തി എന്തായാലും ഭയങ്കര തന്നെ. ഒരേ അവതരണം നടക്കുമ്പോഴും ഈ കോമഡി അവതരിപ്പിക്കുമ്പോൾ നേരത്തെ ഇത് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നതാണോ അതല്ല ആ സമയത്തെ ഒരു അവസരോചിതമായി ഇത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണോ? നമ്മളെ കൊല്ലം കോർപ്പറേഷനിൽ നിന്ന് കാവനാട് ഡിവിഷനിൽ നിന്ന് കൊല്ലം അത് ലീഡ് ചെയ്യുന്നൊരു വാർത്ത പറഞ്ഞല്ലേ സാറിൻ്റെ, അതെനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിൽ പതിഞ്ഞൊരു ഇതാണ്. അന്നേരം വിജയകുമാർ പറയുന്നുണ്ട് കൊല്ലത്ത് കാവനാട് കൊല്ലം മധു ലീഡ് ചെയ്യുന്നു. അന്നേരം എസ് കെ ചോദിക്കുകയാണ്, സാറേ വിജയകുമാറിനറിയാവോ ഈ കൊല്ലം മധു ആരാന്ന്? ഇല്ല എനിക്കറിയത്തില്ല. എനിക്കും അറിയത്തില്ല. അതെൻ്റെ വിജയകുമാർ പറഞ്ഞപ്പം അത് ആ ഒരു കോമഡി ശൈലിയിലൂടെ അത് താങ്കളുടെ ശാരീരിക ബോഡിയും എല്ലാം വെച്ച് സാർ എങ്ങനെയാണ് ഇത് അവതരിപ്പിക്കുന്നത്? ക്യാമറമാൻ വിജയകുമാറിന്റെ ഒരു ഫുൾ വ്യൂ ഒന്ന് കൊടുത്ത് ആരോഗ്യം എങ്ങനെ ഉണ്ടെന്ന് നാട്ടുകാർ കാണട്ടെ. ഓക്കെ, ഫുൾ വ്യൂ ഫുൾ വ്യൂ എടുക്കട്ടെ. അപ്പൊ ഫുൾ വ്യൂ ടുവേഴ്സ് ക്യാമറ. വിജയന്റെ ലുക്ക് കൊടുക്കൂ. ഫുൾ വ്യൂ താഴോട്ട് പോട്ടെ. ഓക്കെ, റെഡി. ഇനി പറയൂ വിജയകുമാർ. ഞാൻ ആദ്യം പറഞ്ഞു തന്നെ ആരാണി മധു? ആ മധു അതൊരു സംഭവമായിരുന്നു. അതിപ്പം അത് ആ സമയത്ത് മധു ലീഡ് ചെയ്യുന്നു. അപ്പം നമ്മൾ പറഞ്ഞോണ്ട് എന്താ, അതെ മധു കൊല്ലം കോർപ്പറേഷന്റെ ഡെപ്യൂട്ടി അതെ മേയറായി. അതെ അതെ നമ്മൾ കൊല്ലത്ത് കണ്ടുമുട്ടി ചോദിച്ചു ആരാണ് ഈ മധു? ഞാനിപ്പോ ഡെപ്യൂട്ടി മേയർ. നമുക്ക് അറിയില്ല, ആർക്കും അറിയില്ലായിരുന്നു ഈ മധു വരെ. അപ്പൊ നമ്മള് ആദ്യം വന്ന ലീഡ് മധുവിന്റെയാ. അപ്പം SKN പറഞ്ഞു മധു ലീഡ് ചെയ്യുന്നു. അപ്പം മധു ലീഡ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ നമ്മൾ അപ്പൊ SKN ചോദിച്ചു ആരാ മധു? ആരാ മധു? എനിക്കറിയില്ല. നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. സത്യത്തിൽ അത് ആ സമയത്ത് ഈ നമ്മളീ പറയുന്ന കൗണ്ടറുകളൊക്കെ SKN പ്രേക്ഷകൻ ചോദിച്ചതുപോലെ അല്ല, നമ്മൾ ആ സമയത്ത് ഇങ്ങനെ പറയുന്നതാണ്. ആ സമയത്ത് SKN പറഞ്ഞ പോലെ 3 ബോബനും മോളിയും വായിച്ചാൽ ഇത് സംഗതി കിട്ടൂല. അതെ അതെ, എക്സ്റ്റംപോറായിട്ട് വന്നതാണ്. ആരാണി മധു ഒക്കെ നമ്മൾ സന്ദർഭവശാൽ തെരഞ്ഞെടുപ്പിൽ വന്നു പോയത്. അപ്പൊ ആഷ്മി ഇങ്ങനെ എക്സ്റ്റംപോറായിട്ട് പറഞ്ഞ് പുലിവല പിടിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയല്ല, പുലിവല പിടിച്ചിട്ടില്ല. പക്ഷെ പറയാറുണ്ട്. അല്ല ഈ ഇപ്പൊ ഈ ആഷ്മിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്നറിയോ? ആഷ്മി ആദ്യം ഒരു വെടിക്കെട്ട് പോലെ പറയുന്ന ഒരു 2.5 മിനിറ്റ് സാധനം ഉണ്ടല്ലോ, അത് പെട്ടെന്ന് വൈറലാകുന്നു. അതുകൊണ്ട് ചില ആൾക്കാർ അന്വേഷിച്ച് നടക്കുന്നുണ്ട് ആഷ്മി. സ്നേഹിക്കാൻ വേണ്ടിയുള്ള അന്വേഷിച്ച് നടക്കത്തില്ല. ആഷ്മി പൊതുവേ എനിക്ക് ഇടയ്ക്ക് ആഷ്മി ഒരു സ്ഥലത്ത് ഒരു പ്രസംഗം നടത്താൻ പോയല്ലോ മലപ്പുറത്തിനടുത്ത്. ആഷ്മി തിരിച്ചു വരുന്നവർ എനിക്ക് ടെൻഷനായിരുന്നു, ഇതേ ഷേപ്പിൽ തിരിച്ചു വരുമോ എന്നുള്ളത്. കാര്യം ആ സമയത്ത് ഇതുപോലെ വൈറലായ ഒരു വീഡിയോ ഉണ്ടായിരുന്നു 2.5 മിനിറ്റ്. കൈവെക്കണം വലിയ പാടല്ലേ, എവിടെ പൊങ്ങണത്? നമ്മുടെ മാത്രമല്ല പ്രേക്ഷകർ അറിയേണ്ട ഒരു കാര്യം, 24-ൽ ഏറ്റവും പൊക്കമുള്ള അവതാരകനാണ്. 2ാം പ്രൈസ് ഡോക്ടർ ഉന്മേഷ് ശിവരാമൻ. മലയാള മാധ്യമ ചരിത്രത്തിൽ ഏറ്റവും പൊക്കമുള്ള അവതാരം ഞാനെന്ന് തോന്നുന്നു. ഈ തലപ്പൊക്കം എങ്ങനെ നേടി? അല്ലേ, ഒന്ന് നോക്കിയാൽ ഒരു വലിയ ഭാഗ്യം. ആഷ്മിയുടെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നാൽ സാധാരണഗതിയിൽ എനിക്ക് തോന്നുന്നു വളരെ പ്രകോപിതമായ ഭാഷയിലൂടെയാണ് താങ്കളുടെ അനർഗളമായ സഞ്ചാരം. ഈ സഞ്ചാരം കുറെ ആൾക്കാരെയൊക്കെ പ്രകോപിപ്പിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ജീവിത സഞ്ചാരത്തിൽ ആൾക്കാർ തടയിടാൻ വരാറുണ്ട്, വഴിവായിട്ട് വെട്ടാൻ വന്നിട്ടുണ്ട്. വെട്ടു പറഞ്ഞിട്ടുണ്ടെന്നല്ലാതെ ആരും അങ്ങനെ എനിക്ക് ഉറച്ച ബോധ്യമുണ്ട് കേരളത്തിൽ നമ്മുടെ ദേഹത്താരും കൈവെക്കില്ല. ഒറ്റ ചോദ്യം, ആഷ്മി കരുത്തനാണോ? കരുത്തനാ, ഞാൻ ഓടും. അടി വന്നാൽ ഞാൻ ഓടും. ഒരു തർക്കമാ കരുത്തില്ല. ഓടുന്നതിന്റെ വേഗം എങ്ങനെ? 100-110. ഓ, നന്നായി. കാര്യം ഇനി വേണമെങ്കിൽ 4.5 മിനിറ്റ് ആക്കി ക്യാപ്സൂൾ. ഞാൻ വിചാരിച്ച ഈ ഓട്ടത്തിന്റെ വേഗം കളിക്കാൻ അറിയാം. അപ്പൊ നമ്മൾ വിചാരിച്ച പോലെ അല്ല കേട്ടോ, കളിക്കാൻ അറിയാം. ഓക്കെ, പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. മണിയുടെ മീഡിയ സിറ്റിയിൽ നിന്ന് വരുന്ന അവതാര പുലികളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഹാഷ്മി, ഒരു ചോദ്യം പ്രേക്ഷകർക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത്. ഈ പ്രക്ഷേപകന്റെ ജീവിതം തെരഞ്ഞെടുത്തില്ലായിരുന്നെങ്കിൽ ഹാഷ്മി എന്താകുമായിരുന്നു? എനിക്ക് അറിഞ്ഞൂടാ. വേറെ പണിയൊന്നും അറിയത്തില്ല. ഒരു പണി അറിഞ്ഞൂടാ. സത്യോടെ അറിഞ്ഞൂടാ.
എനിക്ക് പണി മീമിപ്പനെ അറിയാം. അതൊക്കെ വലിയ പാടാ എസ്കെ. നമുക്ക് ഒന്നാമത് കച്ചവടം നമ്മുടെ പറ്റിയ പണിയല്ല. സൂപ്പർ പണിയത്. എസ്കെ നമുക്ക് കച്ചവടം നമ്മുടെ ഒരുപാട് കാശ് ആൾക്കാർ ഉണ്ടാക്കുന്നുണ്ട്. കണക്കറിയണ്ടേ സ്കേൻ? ഈ ബിസിനസ് നമുക്ക് അറിഞ്ഞൂടാ എസ്കെ. കണക്കറിയണ്ടേ? പൊളിഞ്ഞ് കാട്ടിക്കറി എസ്കെ. ആഷ്മി എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പൊ ചിലപ്പോൾ നമുക്കിപ്പോ ഇപ്പൊ നാളെ തന്നെ ന്യൂസ് പ്രസന്റർ എന്ന് പറയുന്ന ഒരു ജോലി ആവശ്യമില്ലാതെ വരും. പറയില്ലേ ചങ്കിക്കളെന്ന് ഓർത്താലും പറയില്ലേ. വേറെ പണി അറിഞ്ഞൂടാ. ഹാഷ്മി വരുന്നു, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ഒരാൾ വരുന്നു, ഹാഷ്മികൾ നന്നായിട്ട് വായിക്കുന്നു, ആ കഥാപ്രസംഗം അധിക പ്രസംഗമായിട്ട് പറയുന്നു. പറയുവാണെങ്കിൽ പിന്നെ ആഷ്മിയുടെ ആവശ്യമില്ല. അല്ല, ഞാൻ ഉള്ളുകൊണ്ട് അല്ല പറയുന്നത്. എനിക്ക് സങ്കടമുണ്ട് ഒരാളുടെ ജോലി പോകുന്നു. അപ്പോൾ എന്നാലും ഞാൻ ചോദിക്കുകയാണ്, ആഷ്മി അങ്ങനെ വന്നാൽ ആഷ്മി എന്ത് പണി ചെയ്യും? എന്ത് പണിയും ചെയ്യുമെന്നാണോ പറയുന്നത്? അതോ സത്യം തലച്ചോമൺ അറിയാമോ? ചെയ്യാൻ പറ്റുമോ? പ്രായമാവുന്നുണ്ട്. പക്ഷേ ഈ തലയിലേക്ക് ഒരാൾക്ക് ചുമട് പിടിച്ച് കൊടുക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ 19 വയസ്സാവുന്നു. പ്രായം കൂടി വരുന്നു. 29 വയസ്സാവുന്നു. പ്രായം കൂടി വരുന്നു. ആരുടെ അയലത്തുണ്ടോ 29-കാരൻ? ഇത് ആർക്കോ ലക്ഷ്യം വെച്ച് പറഞ്ഞതായി. ആരോടെ കള്ളം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പക്ഷേ വേണമെങ്കിൽ അടുത്ത ആഴ്ചയായിരുന്നു നമ്മൾ പ്രസിദ്ധീകരിച്ചെന്നെ പാസ്പോർട്ടിന്റെ കോപ്പി എടുത്ത് അല്ലേ? ആഷ്മി, അപ്പൊ ഞാൻ ചോദിക്കുന്നത്, സീരിയസ് ആയിട്ട് പറയാം, എനിക്ക് വേറെ ഒരു പണിയെപ്പറ്റി ഞാൻ ആലോചിച്ചിട്ടില്ല. ഒരു പണി ആഷ്മിക്ക് അറിയത്തില്ല. എനിക്ക് ഒരു പണി അറിയുന്നു. ഇതെന്നെ പ്രശ്നം. ഇപ്പൊ ആഷ്മി, ഞാനത് ജീവിതത്തിൽ ആലോചിച്ചിട്ടില്ല. ഞാൻ വിചാരിക്കുന്നറിയോ, ആഷ്മി ഈ പണി പോയാൽ അടുത്ത പണിയിലേക്ക് ഇറങ്ങി. വേറെ എന്ത് പണി ഓട്ടോറിക്ഷ ഓടിക്കാം, റാമ്പിൽ കയറി നല്ല മോഡലായിരിക്കും. ആഷ്മി എന്തിന്റെ മോഡലാ? മോഡലായിട്ട് അത് അങ്ങനെയല്ലേ? അല്ല ഞാൻ അല്ല, ഇപ്പം ഈ പ്രേക്ഷകരോടാണ് ഡൽഹി വെച്ചിട്ട് മാധ്യമപ്രവർത്തന കാലമുള്ള ഒരു അണ്ടർവെയർ ബ്രാൻഡിനെ മോഡലായിട്ട് വിളിച്ചായിരുന്നു. പറയുന്നതിന് ഇപ്പൊ എന്താ, ഒരു അണ്ടർവെയർ ബ്രാൻഡ് മോഡലായിട്ട് വിളിച്ചായിരുന്നു. ഞാൻ ഇപ്പൊ ആലോചിക്കാം. അപ്പൊ ഞാൻ അന്ന് വലിയ ഓഫറാ പറഞ്ഞു. അന്ന് 3 വർഷത്തേക്ക് 6 ലക്ഷം രൂപയുടെ കരാറെന്തോ പറഞ്ഞു അവര്. അന്ന് എടുത്തിരുന്നെങ്കിൽ അച്ഛനും വേണ്ടൊക്കെ പോകുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ നിൽക്കുന്നു. എന്തൊരു ബോറാ വലിയ ഫ്ലെക്സിലൊക്കെ. സംഭവം സൂപ്പറായിരുന്നു. ഞാനൊക്കെ ചെന്നോണ്ട് ഇങ്ങനെ നോക്കി ഒരു മനുഷ്യൻ. നന്നായി 6 ലക്ഷത്തിൽ വീഴാതെ നന്നായി. അന്ന് 6 ലക്ഷത്തിൽ വീഴാതെ നന്നായി. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ചോദ്യം സീരിയസ് ആയിട്ടാ ചോദിക്കുന്നത്. അവരൊന്ന് വിളിച്ചു ചോദിക്കുന്നു. പഴയ ഓഫർ ആഷ്മി, നമുക്കൊരു ടെസ്റ്റ് നോക്കിയാലോ? ഞാനിവിടെ നടക്കാം. നമുക്കൊന്ന് റാമ്പ് വാക്ക് നോക്കിയാലോ? ഞാൻ നോക്കാം. ആഷ്മി എങ്ങനെയാന്നോ? ഇങ്ങനെയാവാ ആഷ്മി, ഞാൻ വിചാരിച്ച അതിനെങ്കിലും കൊള്ളാമെന്ന് കേട്ടോ. ഇപ്പൊ എന്ത് വിജയ, ഇപ്പൊ എന്താ ചെയ്യുക വിജയ? അങ്ങനെ വന്ന് വിജയ ഒരു കാര്യം ചെയ്യാം, ആഷ്മിക്ക് വേണ്ടി മ്യൂസിക് ഉണ്ട്, നമുക്ക് നടന്നു നോക്കാം. ആ മ്യൂസിക് എവിടെ വിജയനുണ്ടല്ലോ, ഈ ആഷ്മി എന്തായാലും തൊഴിലിടങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കും, എനിക്ക് മനസ്സിലായി. അപ്പൊ ആഷ്മിക്ക് പറ്റിയൊരു പണി പറഞ്ഞു വിജയൻ ഇത്രയും കാലത്തെ പരിചയത്തില്. ആഷ്മി, ഞാനിപ്പോ നോക്കിട്ട് എന്താ ഒരു പണി അങ്ങോട്ട് എന്തെങ്കിലും അറിയോ? സിനിമയിൽ വേണമെങ്കിൽ ഞങ്ങൾ വല്ലപ്പോഴും സിനിമ കാണുന്ന അതും ഇല്ലാതാക്കുമല്ലോ. സിനിമയിൽ അഭിനയിക്കാന്ന് പറഞ്ഞേക്കുവാ. ഓക്കെ. അപ്പൊ ഡോക്ടർ ഉന്മേഷ് ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്നു. ഈ മനുഷ്യന് എനിക്കൊന്ന് ഉന്മേഷ് കുറച്ചുകൂടെ ബുദ്ധിയുള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നു. അപ്പോൾ 2 ഉയരമുള്ള പൊക്കത്തിലുള്ള ആൾക്കാരാണ് രണ്ടുപേർ. നിങ്ങളുടെ എത്ര ഇഞ്ചാ വ്യത്യാസം? ഞാൻ 6 2 ഇഞ്ച്, ഉന്മേഷ് 6 ഉണ്ടാവും. ഉന്മേഷ് ശ്രമിച്ചാൽ മേളിൽ പോവോ? ഇനി വളരില്ല. ഇല്ല, വളരത്തില്ല. അപ്പോൾ ഉന്മേഷ് ഈ അടുത്ത കാലത്ത് PhD ഒക്കെ എടുത്ത ഒരാളാണ്. അതെ അതെ. അത് മലയാളത്തിലല്ലേ എടുത്തത്? മലയാളത്തിൽ പറഞ്ഞാൽ മതി. ഈ ആഷ്മി താജ് ഇബ്രാഹിമിന് പറ്റിയൊരു പണി പറയും. ഈ പ്രക്ഷേപണമല്ല, അത് പോയി. അല്ല, പോയി. അത് പോയിന്ന് സങ്കല്പിച്ച് വേണ്ടേ പറയാൻ. വികാരവേദനാവരുത്. പോയ കാര്യം ഒന്ന് ആലോചിച്ച് ടെൻഷൻ വേണ്ട, അല്ല പറഞ്ഞോളൂ. ഞാൻ പറയാം, ആഷ്മിക്ക് വേണമെന്ന് വെച്ചാൽ എന്ത് പണിയും ചെയ്യാന്നാണ് എൻ്റെ. അങ്ങനെ പറയാന്ന്. ഉന്മേഷിന്റെ ആ ബുദ്ധി വൈഭവം വെച്ചിട്ട് PhD സ്വന്തമായിട്ട് കിട്ടിയ ആളല്ലേ, കൂലിക്കാളെ വെച്ച് എഴുതിയല്ലേ? അപ്പൊ അങ്ങനെ കിട്ടിയ ആളെന്നുള്ളതിൽ ഒരു സംഭവം പറയും. ഞാനൊരു പണി പറയാം, കാശ്മീർ ചെയ്താൽ മതി എന്നാ. എന്താ മതിയോ? കാശ്മീർ നല്ല ഒരു മോഡലായിരിക്കും പറഞ്ഞ പോലെ തന്നെ. ഇതറിയാമോ ആഷ്മി? ഇതെന്തറിയാമോ? ഈ എൻ്റെ നമ്മുടെ ഫ്ലവേഴ്സിലൊരു മേക്കപ്പ് മാൻ ഉണ്ട്, ഷിബാസ്.
ഈ പുള്ളിക്കാരൻ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു കേട്ടോ. ഒരു ദിവസത്തിൽ ഈ എൻ്റെ പനി രോമങ്ങളൊക്കെ താടി കണ്ടപ്പോഴേ പുള്ളി ഒരു കത്തി എടുത്തിട്ട് കൊണ്ട് വടിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ നിങ്ങൾക്ക് ഈ പണി അറിയാം, മേക്കമാനാ പുള്ളി. പുള്ളി പറഞ്ഞു ഇത് ഞാൻ 7 കൊല്ലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. എന്നെ നല്ല വരുവാനെന്ന് പറഞ്ഞു പുള്ളി. ഈ ഉത്സവ പറമ്പുകളിലേക്ക് തിരിച്ചു വരാൻ പറ്റും. ഒന്നും ഉത്സവ പറമ്പുകളിലേക്ക് പറമ്പുകളിലേക്ക് തിരികെ വരാം. ഒരു കഥാപ്രസംഗം, ഒരു കാഥികന്റെ ഇതുണ്ട് അല്ലേ? പാട്ട് പാടുവോ? അയ്യോ ഇല്ല, ഒന്നുമില്ല. അത് നടക്കൂല. അല്ല, പക്ഷേ ഉന്മേഷിന് അത് പറയാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ PP ജെയിംസ് ഇന്റർനാഷണൽ ജേർണലിസ്റ്റ് പറയും. SKN ഇദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ ഗംഭീര താരമായിരിക്കും. പ്രത്യേകിച്ച് ഒരു ഇലക്ഷനൊക്കെ മത്സരിച്ചാൽ ഒന്നുമില്ല. ഇവിടെ പോയാൽ അയാൾ ഒരു രാഷ്ട്രീയ നേതാവും, വേണമെങ്കിൽ ഒരു MLA ആവും, വേണമെങ്കിൽ കേരളത്തിന്റെ ഒരു മന്ത്രിയാവാൻ ഉള്ള ആളാണ്. അല്ല അങ്ങനെയാണെങ്കിൽ പിന്നെ മുഖ്യമന്ത്രി ആയിക്കോട്ടെ. തൽക്കാലം ഇത്രയും മതി, കാരണം ഞാൻ ഒരുപാട് തള്ളിയൊന്നും വേണ്ടല്ലോ. പക്ഷേ PP ജെയിംസിന് ഒരു വഴി കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, 24 തന്നെ തുടരാം. സമാധാനമായി. അല്ല, നമ്മൾ എന്തും വിചാരിക്കണം. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാവരും തൊഴിലേക്ക് തരാവും. നടക്കും. ടെക്നോളജി വന്ന് നമ്മളെ തകർക്കുന്നു. എന്തായാലും ചില പ്രേക്ഷകരെങ്കിലും വിചാരിക്കും അവന്റെ ശല്യം തീരും, അതോടെ അന്ന് തീരും. അപ്പോൾ PhD ഒക്കെ കിട്ടി സമാധാനമായിട്ടിരിക്കുകയാണല്ലോ. ഉന്മേഷിന് പ്രശ്നമില്ല. അല്ല, ഉന്മേഷിന് പല പണി അറിയാം. പണ്ട് രാഷ്ട്രീയമൊക്കെ ഉണ്ടായിരുന്നു, കക്ഷി രാഷ്ട്രീയത്തിലുണ്ട്. ഓക്കെ. ഉന്മേഷ് പൊതുവെ വീട്ടിലൊക്കെ എങ്ങനെയാ? വീട്ടില് ഞാൻ എങ്ങനെയാന്ന് വീട്ടിലുള്ളവരല്ലേ പറയണ്ടേ? അവരൊന്നും പറയുന്നുണ്ട് കുഴപ്പമുണ്ടോ? ഇല്ല, ഒരു കുഴപ്പമില്ല. വെൽക്കം മിസ്സസ് ഉന്മേഷ്. വരട്ടെ. ഹായ്. വരൂ. കുറച്ച് നേരായിട്ട് ഇന്ന് വിലസ് കേട്ടോ, PhD എടുത്ത്. ഓക്കെ, എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? ഉന്മേഷിന്റെ ധർമ്മപത്നിയാണ്. മുഴുവൻ പേരെങ്ങനെയാ? മരിയ ട്രീസ ജോസഫ്. അത്രയും നീളമുള്ള പേര് വേണമായിരുന്നു. ഇട്ടുപോയി. മരിയ ട്രീസ ജോസഫ്. എവിടെയാ സ്വദേശം? കാഞ്ഞിരപ്പള്ളി, കോട്ടയം. എവിടെ വെച്ചാണ് ഈ മനുഷ്യനെ കണ്ടുമുട്ടിയത്? ഇവിടെ വെച്ച് തന്നെ. പക്ഷേ എന്റെ പൊന്നെ, ഈ 24 വരുന്നവരെല്ലാം ഇങ്ങനെയാണോ? അല്ല, ഇവിടെ വെച്ചല്ല, വഴി വെച്ചിട്ട് വണ്ടി കയറാൻ വന്നിരിക്കുന്നു. അല്ലല്ല, എന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ടായിരുന്നു. അപ്പം പിന്നെ നമ്മൾ പരിചയപ്പെട്ടു. ഫ്രണ്ടിന്റെ ഫ്രണ്ട്? ആരാ ഫ്രണ്ട്? ആ ഫ്രണ്ടിനെ പിടിക്കേണ്ടത് ആരായത്? അല്ല, SKN അറിയത്തില്ലാത്ത അറിയത്. മരിയ ട്രീസ ജോസഫ്. ഡോക്ടർ ഉന്മേഷ് PhD ഉണ്ടോ? ഇല്ലില്ല. 2 PhDക്കാർക്ക് ഒരു കൂര കീഴിൽ താമസിക്കാൻ പറ്റില്ലേ? താമസിക്കാൻ പറ്റും, പക്ഷെ എനിക്കില്ല. ഈ മനുഷ്യന്റെ ഏറ്റവും വലിയ ദുർഗുണം ഏതാ? ഗുണമല്ല ചോദിച്ചത്. വിജയകുമാർ പറയണ്ടെന്ന്. പുള്ളി പറഞ്ഞോണ്ടല്ലോ, പറയണ്ടെന്നല്ലേ പറഞ്ഞു. മരിയ പറ. മരിയ ഒന്നും നോക്കാനില്ല. അല്ല, അങ്ങനെ പ്രത്യേകിച്ച് അല്ല മരിയ, ഞാൻ ഈ മനുഷ്യന്റെ എന്ത് അക്രമം ഉണ്ടായാലും അതിനൊരു 24 ഉദ്യോഗസ്ഥൻ എന്നുള്ളത് ഞാനത് ചെറുത്തോളാം. മരിയ പറ. ഇല്ല, അങ്ങനെ ഒരു ദുർഗുണം ഇല്ല. ക്വാളിറ്റി വേണമെങ്കിൽ ഉണ്ട്. ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ടോ? ക്വാളിറ്റീസ് കുത്തക പിടിച്ചിരിക്കുന്ന ആളാണോ ഡോക്ടർ? അപ്പൊ മരിയ ഇദ്ദേഹത്തിൽ കാണുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി എന്തോ? ഞാൻ കാണുന്ന ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്, ഒരു സ്പേസ്, നമുക്ക് ഒരു സ്പേസ് തരും. അതിന് ഏറ്റവും വലിയ ക്വാളിറ്റിയാണ്. അതാണ് ഞാൻ കാണുന്ന ക്വാളിറ്റി. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഡോക്ടർ ഉന്മേഷിനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട് ഒരാളിന്. പ്ലേ. ഏതാണ്ട് 2011 തന്നെ ഗവേഷണം ആരംഭിക്കുകയും പക്ഷെ എന്തൊക്കെയോ കാരണത്താൽ ആ ഗവേഷണം മുന്നോട്ട് പോകാതിരിക്കുകയും ചെയ്തു. എന്തായാലും 2022 അവസാനം ഒക്ടോബറോട് കൂടിയാണ് ഉന്മേഷിന് ഗവേഷണം തുടരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. തികച്ചും നമുക്കൊട്ടും പ്രതീക്ഷിക്കാത്തൊരു അനുഭവമാണത്. കാരണം എന്തുകൊണ്ടാണ് ഇത് പൂർത്തിയാക്കാൻ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ കാരണം എനിക്ക് പറയാനുള്ളൂ, കൃത്യമായിട്ട് ഉന്മേഷ് കഠിനാധ്വാനത്തിലൂടെ മുന്നോട്ട് പോയി എന്നുള്ളതാണ്. എനിക്കറിയാം, ചാനലിൽ നിന്ന് ലീവ് എടുക്കാതെ കൃത്യനിഷ്ഠയോടുകൂടി വളരെ കൃത്യമായിട്ട് ഇത് ചെയ്തത് കൊണ്ട്, അതിൽ പങ്കെടുക്കാൻ പറ്റിയതുകൊണ്ടാണ് അത് പൂർത്തിയാക്കാൻ പറ്റിയത്. ഞാൻ ആ ഗവേഷണ കാലത്തെ അനുഭവങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു ചാപ്റ്റർ എന്നെ ഏൽപ്പിക്കും, ഞാനും അത്യാവശ്യം തിരക്കുള്ള ഒരാളാണ്, അതിനിടയ്ക്കാണ് ഇത് നോക്കുക, രാത്രിയിലൊക്കെ ഇരുന്നാണ് തീസിസ് നോക്കുക. അപ്പോൾ ചിലപ്പോൾ പല സംശയങ്ങൾ വരും. അപ്പോൾ ഉന്മേഷിനെ വിളിക്കണമെങ്കിൽ ആദ്യം നോക്കുന്ന ചാനലിൽ ആളുണ്ടോ എന്നാണ് നോക്കുക. ഇല്ലെങ്കിൽ വിളിക്കും, ഇല്ലെങ്കിലും മെസ്സേജുകൾ ഇടും. അപ്പോൾ അതിന് കൃത്യമായി മറുപടി വരും. ചിലപ്പോൾ ഒരു 10 പേജ് എഴുതി കൊണ്ട് തന്നു കഴിഞ്ഞാൽ അത് തിരുത്തി കൊടുത്തു കഴിയുമ്പോൾ അതൊരു 15, 20, 30 പേജായിട്ട് തിരിച്ചു വരും. അങ്ങനെ വളരെ പെട്ടെന്ന് ഇത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഉന്മേഷിന് കഴിഞ്ഞു. 3 മാസമാണ് ശരിക്കും സമയം കിട്ടിയത്. ഉന്മേഷ് കഠിനമായിട്ട് അധ്വാനിച്ചു. അപ്പോൾ ഇടയ്ക്ക് വിളിക്കുമ്പോൾ പറയും, ടീച്ചർ വിഷുവിൻ്റെ പ്രോഗ്രാം തിരക്കാണ്, ഒരു രക്ഷയുമില്ല എന്ന് പറയും. എങ്കിലും ഒരു ലീവ് എടുക്കാതെ
വളരെ ഭംഗിയായിട്ട് അത് പൂർത്തിയാക്കാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഒരഭിപ്രായത്തിൽ ഒരുപക്ഷെ ഈ ചാനലിൽ നിന്ന് കിട്ടിയ ഒരു ഊർജമുണ്ട്, അത് സമയത്തിൻ്റെ വിലയുണ്ട്, കൃത്യനിഷ്ഠ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സെക്കൻഡ് പോലും ഈ ചാനലിലെ ജോലിക്ക് വളരെ പ്രധാനമാണ്. ഭാഷാപരമായിട്ട് വളരെ ലളിതമായ കൊച്ചു കൊച്ചു വാചകങ്ങളിലാണ് ഉന്മേഷിൻ്റെ പ്രബന്ധം മുന്നോട്ട് പോകുന്നത്. അതും ഈ ചാനലിൻ്റെ ഒരു ജനകീയ സ്വഭാവത്തിൽ നിന്ന് കിട്ടിയ ഒരു അനുഭവത്തിൻ്റെ ഒരു പശ്ചാത്തലം അതിനുണ്ട് എന്നെനിക്ക് തോന്നുന്നു. തീസിസ് എഴുതിക്കൊണ്ടിരുന്നത് എപ്പോഴും കമ്പ്യൂട്ടറിലാണ് ചെയ്യുക, അത് മെയിൽ അയച്ചു തരും. സത്യം പറഞ്ഞാൽ ഇന്നുവരെ ഞാൻ ഉന്മേഷിൻ്റെ കൈയക്ഷരം കണ്ടിട്ടില്ല. എനിക്ക് ഉന്മേഷിനോട് ചോദിക്കാനുള്ള, അന്നും ഇന്നും എന്നും ചോദിക്കാനുള്ള ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ. ഇപ്പോൾ ഗവേഷണം തുടങ്ങി 10-12 കൊല്ലം ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ പിന്നെ ഒരവസരം കിട്ടിയപ്പോൾ 3 മാസം കൊണ്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിൽ, അതായത് മെയ് 26-ന് തീസിസ് വെക്കേണ്ട ആൾ അത് കൊണ്ടുപോയി മെയ് 22-ന് സമർപ്പിച്ചു എന്നുള്ളതാണ്. അത് ഞാൻ വരെ ഞെട്ടിപ്പോയി. അപ്പോൾ എന്തുകൊണ്ടിത് നേരത്തെ തോന്നിയില്ല ഉന്മേഷേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഓക്കെ, പ്രൊഫസർ ലിസി മാത്യു, എനിക്കൊന്ന് ഡോക്ടർ ഉന്മേഷ് ശിവരാമൻ്റെ ഗൈഡായിരുന്നു, PhD ഗൈഡായിരുന്നു. അപ്പം ആ ചോദിച്ച സംശയത്തിന് മറുപടി ടീച്ചർ വീട്ടിൽ നിന്ന് കാണുന്നുണ്ടെങ്കിലോ? അത് ചെയ്ത് എന്തുകൊണ്ട് പറ്റിയില്ല എന്ന് ചോദിച്ചാൽ, അത് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങേണ്ടി വരുന്നത് എൻ്റെ വ്യക്തിപരമായ ഒരു കാരണം കൊണ്ടാണ്. പുറത്ത് പറയാൻ പറ്റുന്ന കാരണമാണോ? അല്ല, ഞാൻ പുറത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അത് ഞാൻ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇഷ്ടപ്പെടാൻ അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം. അതുകൊണ്ട് നമ്മൾ പോപ്പുലർ ആവും അൺപോപ്പുലർ ആവും, ചില ക്ലൂ. അത് അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞാൽ അത് ശരിയാവത്തില്ല, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അതെൻ്റെ ഒരു പേഴ്സണലാണ്, കുറച്ച് പേഴ്സണലായിരിക്കും, കുറച്ച് എനിക്ക് ഞാൻ അത് ഞാൻ അങ്ങനെ പരസ്യപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. വിജയൻ നിർദോഷമാണല്ലോ വിജയ, എങ്കിൽ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങ് പോകാതിരുന്നതാണ്. പക്ഷെ ഒരു ദിവസം പെട്ടെന്ന് ടീച്ചർ ഞങ്ങളുടെ HOD ആയിട്ട് വരുന്ന സമയത്ത് ഞങ്ങൾ ഗവേഷണം പൂർത്തിയാക്കാത്ത കുറച്ച് ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിളിച്ച് ടീച്ചർ സംസാരിക്കുന്നുണ്ട്, നിങ്ങൾ ഗവേഷണം തീർക്കുകയാണോ അതോ രജിസ്ട്രേഷൻ അവസാനിപ്പിക്കുകയാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഞങ്ങളെല്ലാം ടീച്ചറിനോട് പറയും ഞങ്ങളത് ചെയ്യാം, ഇത് വെക്കാം എന്ന് പറയുന്നു. അപ്പോൾ ടീച്ചർ പറഞ്ഞു പിന്നെ ഇനി നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഉത്സാഹം കാണിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർക്ക് വാക്ക് കൊടുത്തു, ടീച്ചറെ ഞങ്ങൾ വെക്കും എന്ന്. ആ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് ഉറക്കമൊക്കെ ഇല്ലാതെ കുറേ നാൾ പണി. ഇടയ്ക്ക് ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് വരുമ്പോൾ എന്നോട് ചോദിക്കുമായിരുന്നു, ഉന്മേഷ് ഉറങ്ങിയില്ലേ, മുഖത്ത് നല്ല ക്ഷീണം ഉണ്ടല്ലോ. അല്ല, എനിക്ക് പക്ഷേ ഞാൻ ടീച്ചർ പറഞ്ഞൊരു പോയിന്റ് ശ്രദ്ധിച്ചത്, അതായത് ചാനലിൽ നിന്ന് ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ മുങ്ങിക്കളഞ്ഞോ? ഇടയ്ക്ക് അറിയാതെ മുങ്ങിക്കളഞ്ഞു. 20 ദിവസം ലീവ് എടുത്തായിരുന്നു. ഏറ്റവും അവസാനം അല്ല, അത് ടീച്ചർക്ക് അറിയായിരുന്നു. അത് അവസാനം ഇത് സബ്മിറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പൊന്ന് എല്ലാ പ്രൂഫും വായിച്ച് അതിന് വേണ്ടിയിട്ട് മാത്രം എടുത്ത ലീവാണ്. ബാക്കി ഇതെല്ലാം ഞാൻ ജോലിക്ക് ഇടയ്ക്ക് തന്നെയാണ്. എന്തായാലും ഉന്മേഷ് PhD എടുത്ത് നന്നായി. എനിക്കാണ് എപ്പോഴും ഈ അരുണിനെയൊക്കെ ഡോക്ടർ എന്ന് വിളിച്ച് ഒരു ഡോക്ടറെ വിളിക്കാൻ കിട്ടുന്നില്ല ഇപ്പോൾ. അപ്പോൾ ഇപ്പോൾ എൻ്റെ ആ സായുജ്യം അടയുന്ന ഞാൻ ഉന്മേഷിനെ ഡോക്ടർ ഉന്മേഷ് എന്ന് വിളിച്ചാൽ. താങ്ക് യു സാർ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, മരി എത്ര കാലമായി 24 ജോലി ചെയ്യുന്നു? ഞാൻ 3 വർഷമാകുന്നു. ഡിജിറ്റൽ പ്രൊഡ്യൂസറായിട്ട് ജോലി ചെയ്യുന്നു. അപ്പോൾ ഉന്മേഷ് മരിയെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയോ? ഇവിടെ അറിഞ്ഞിരുന്നില്ലല്ലോ മരി ഇങ്ങോട്ട്? അല്ല, മരി വരുമെന്ന് എനിക്കറിയില്ലായിരുന്നു, പക്ഷേ ഇങ്ങനൊരു സാധ്യത ഉണ്ടെന്ന് അറിയായിരുന്നു. എപ്പോഴെങ്കിലും വരും അതറിയാം. പക്ഷെ ഒരു വികാരം ഇല്ലായിരുന്നല്ലോ ഫേസിൽ. ഞാൻ പൊതുവെ മരിയെ കണ്ടപ്പോൾ വേറൊരാളുടെ ഭാര്യ കയറി വരുന്ന ഇല്ല, എനിക്കങ്ങനെ പൊതുവിൽ അങ്ങനെ വലിയ ഇത് ഒരു ഫീൽ ഇല്ല. മരിയെ കണ്ടാലും മകനെ കണ്ടില്ലേ മകൻ, അങ്ങനെയല്ല. അങ്ങനെ അല്ല, ഒരു ഫീൽ ഇല്ലാത്ത എന്താണ്? ഇപ്പം നമ്മളൊക്കെ എന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു പ്രക്ഷേപണ ജീവിതത്തിലേക്ക് ഭാര്യ കയറി വന്നു എന്തെങ്കിലും ഒരു എക്സ്പ്രഷൻ. ഞാൻ പറഞ്ഞല്ലോ, ഒരു എക്സ്പ്രഷനും ഇല്ല, നോ എക്സ്പ്രഷൻ അറ്റ് ഓൾ. ഞാൻ ഇത് പ്രതീക്ഷിക്കുന്നുണ്ട് എപ്പോഴെങ്കിലും, അതുകൊണ്ട് അത്രയ്ക്ക് വലിയ ഇതില്ലാന്നേ ഉള്ളൂ. മരിയക്ക് എന്താ തോന്നിയത്? ഒരു പണി കൊടുക്കാൻ തീരുമാനിച്ചു വന്നാണ്? അങ്ങനെയില്ല, എന്നോട് രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു ഒന്ന് വരണം എന്ന് പറഞ്ഞു. അപ്പം ഒരു പണിയാന്ന് മനസ്സിലായോ? പിന്നെ അറിയാം. അപ്പം ഉന്മേഷ് അറിയരുത്, ആരും അറിയരുതെന്ന് പറഞ്ഞു. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഇല്ലില്ല. പക്ഷേ ഈ ഇദ്ദേഹത്തിന് ഒരു ചെറിയ സംശയം ഉണ്ടായിരുന്നല്ലോ. ഞാൻ വരുന്ന സംശയം ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് നിന്നപ്പോൾ തന്നെ ഉണ്ടല്ലോ ഇങ്ങനെയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് ഞാൻ സംശയിച്ചു, വേറെ ആരെങ്കിലും വരുന്നതായിരിക്കും സംശയിച്ചത്. കറക്റ്റ് മരിയ, ഇതാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അതല്ല, ഇത് ഞാൻ പ്രതീക്ഷിച്ചു കേട്ടോ മരിയ. ഓക്കെ, ഏതായാലും മരിയ, നിങ്ങൾ വളരെ സന്തോഷത്തോടെ സംതൃപ്തിയോടെ കഴിയുന്ന കപ്പിളാണെന്ന് എനിക്കറിയാം, അല്ലേ? ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു സാർ. ഒരു ചെറിയൊരു പുണ്യം അതിലുണ്ട്. താങ്ക് യു എന്ന് പറഞ്ഞപ്പോഴും ഞാനല്ലടാ അനുഭവിക്കുന്നത് എന്നുള്ള ലൈനിൽ അങ്ങനെ അല്ല, ഒരിക്കലും ഇല്ല. അപ്പോൾ ഈ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചോദിക്കണമല്ലോ. നമ്മൾ മരിയ നമ്മുടെ സ്റ്റാഫാണെങ്കിലും ഡോക്ടർ ഉന്മേഷ് ശിവരാമൻ കല്യാണം കഴിച്ചതിന് ശേഷം സന്തുഷ്ടനായി കഴിയുന്നതിൽ മരിയയുടെ റോൾ എങ്ങനെയാണ്?
മരിയയ്ക്ക് നല്ല റോളുണ്ട്. കാരണം മരിയ അങ്ങനെ എൻ്റെ കാര്യങ്ങൾ അങ്ങ് അധികം ഇടപെടുന്ന ആളല്ല. എനിക്ക് എൻ്റെതായ സ്വാതന്ത്ര്യമുണ്ട്, സ്പേസ് ഉണ്ട്. ഞാൻ ഇടപെടത്തില്ല. ഞാൻ ഇപ്പോൾ ചിലപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് ചെല്ലുമ്പോൾ മരിയ കിടന്ന് ഉറക്കമായിരിക്കും ചിലപ്പോൾ. എങ്ങോട്ട് പോയാലും എപ്പോഴും പറയണോ, മരിയോട് പറയണോ? ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. എവിടെയാണെന്ന് ഇടയ്ക്ക് കണ്ടു മരി എങ്ങോട്ട് പോയാലും പറയണോ? നിർബന്ധമില്ല. അത് പറഞ്ഞാൽ കൊള്ളാം. ഇല്ല, ഒരിക്കലും ഇല്ല. ഇവ ഷൂട്ടിനൊക്കെ പോവാണെങ്കിൽ മരിയ ഒരു തോന്നിയാസമായിട്ട് നടന്നു നോക്കും, അപ്പൊ അറിയാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, അങ്ങനെയില്ല. ഇല്ലല്ലേ. ഓക്കെ, താങ്ക് യു ഉന്മേഷ് ശിവരാമൻ. ഇതിൽ ഒരു കാര്യം, ഒരു തമാശയാണ്. സീരിയസ് കൊല്ലത്ത് ഫെസ്റ്റിവലിൽ മരിയ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ വെച്ച് ആ ലാസ്റ്റ് ഡേയുടെ തൊട്ട് തലേ ദിവസമാണ് അല്ലേ, മരിയക്ക് പനി പിടിച്ചു. ഒട്ടും തീരെ വയ്യ. അപ്പൊ ഞാനിങ്ങനെ മരിയോട് ചോദിച്ചു, ഉന്മേഷിനോട് പറഞ്ഞോ എന്ന് ചോദിച്ചു. ആ, ഉന്മേഷിനോട് പറഞ്ഞു. അപ്പൊ എന്നിട്ട് എന്ത്, അസൈൻമെന്റ് ഡെസ്കിനെ അറിയിക്കാൻ പറഞ്ഞു. അതങ്ങനെയല്ല, അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അതാണ് ഒരു ഞാൻ ഇപ്പൊ പറഞ്ഞ ജെയിംസിന് മനസ്സിലായി. ഒരിക്കലും ഭാര്യയും ഭർത്താവ് ഒരു ഓഫീസിൽ പെടാൻ പാടില്ല. അങ്ങനെയല്ല സാറേ, അത് ഞാൻ പറയാം. ഡിജിറ്റലാക്കിയത് അതും മരിയയ്ക്ക് അന്നൊരു ഡ്യൂട്ടി അസൈൻ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഡ്യൂട്ടി മരിയയ്ക്ക് പനി ആയതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം അവിടെ നമ്മുടെ ഓഫീസ് കാര്യമാണല്ലോ, അപ്പൊ അത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അസൈൻമെന്റ് ഡെസ്കിനോടാണ് എന്നതുകൊണ്ട് ഡെസ്കിൽ കൂടി പറയണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതോ പനി പിടിച്ചത് അസൈൻമെന്റ് അറിയിക്കാം? അതല്ല, ആ രീതിയിലാണ് ഭർത്താവിനോട് ഭാര്യ പറയാം എനിക്ക് പനി പിടിച്ചു, അപ്പൊ എങ്ങനെയുണ്ട്. എനിക്ക് തോന്നുന്നു അനുജ, ഈ ഭർത്താവിന്റെ മനസ്സില് വിച്ച് ഈസ് ഒഫീഷ്യൽ ഡ്യൂട്ടി, വിച്ച് ഈസ് അൺഒഫീഷ്യൽ ഡ്യൂട്ടി എന്ന് സംശയം. അങ്ങനെയല്ല സാർ, അല്ലല്ല, അങ്ങനെയല്ല. ഇതിപ്പം ഞാനിപ്പോ വേറെ മനുഷ്യ മറന്നുപോലെ, മരി ഈസ് യുവർ വൈഫ്. അതെ, അത് ഞാൻ അത് മറന്നിട്ടല്ല പറഞ്ഞത്. പക്ഷെ അത് മറിയ സംസാരിച്ച കാര്യം അത് ഒഫീഷ്യൽ കാര്യമാണ്. എന്തായാലും ഇതിനകത്തൊരു PhD വേണ്ടി വരും. അല്ല, അങ്ങനെ പറയല്ലേ. ഉന്മേഷ് പെട്ടു. ഉന്മേഷ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് നന്നായി. പൊതുവേ ഉന്മേഷിന്റെ മുഖത്ത് അങ്ങനെ വികാരങ്ങളൊന്നും വികാരങ്ങളൊന്നും പുറത്ത് ഞാൻ 2 പേരിലാണ് നിർവികാരത ഓളം വെട്ടുന്ന കണ്ടുള്ളത്. ഒരെണ്ണം PP-യുടെ മുഖത്തോളം ഒരിക്കലും വികാരമേ ഇല്ല, വികാരമേ ഉള്ളൂ.